ഹേയ് ഓൾ. അപ്പോൾ ഇന്ന് എൻ്റെ ക്ലീനിങ്ങിൻ്റെ രണ്ടാമത്തെ ഡേ ആട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ ഞാൻ പറയാം, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഈ കാണുന്ന സ്പോഞ്ച് ഇതുപോലെ അഴുക്കുള്ള നമ്മുടെ ചുമരിൽ ഉരച്ചു കൊടുക്കാം. അത് വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പോകും. ശരിക്കും ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. കാരണം ചുമരിലുള്ള ഒട്ടുമിക്ക കറകളും നമുക്ക് ഇത് വെച്ചിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. സോ ഇത് വെച്ച് ഞാൻ അത്യാവശ്യം എല്ലാ റൂമിലെയും ചുമരിലുള്ള അഴുക്കുകൾ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. സോ എനിക്കെന്തോ ഈ പ്രൊഡക്റ്റ് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. കാരണം എല്ലാ അഴുക്കും പെട്ടെന്ന് പോകുന്നുണ്ട്. അപ്പോൾ എന്നെപ്പോലെ ക്ലീൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. എൻ്റെ ഈ 2 ദിവസത്തെ ക്ലീനിങ് ഡേയിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് കേട്ടോ. എല്ലാ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ പലപ്പോഴും പലരുടെയും വീഡിയോ കാണുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അവർ കുക്ക് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു, അതുപോലെ അവരുടെ ഡെയിലി റൂട്ടീനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ട് അത് വീഡിയോ എടുക്കുന്ന കാര്യമുണ്ടല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇത് മേ ബി എനിക്ക് തോന്നുന്നതായിരിക്കാം, എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാവണമെന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പണി ചെയ്യുക, അതിൻ്റെ കൂടെ ഈ വീഡിയോ എടുക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പൊതുവേ എല്ലാ കാര്യങ്ങളും വളരെ സ്ലോ ആയിട്ട് ചെയ്യുന്ന ഞാൻ അതിൻ്റെ കൂടെ ഈ വീഡിയോ എടുപ്പും കൂടി ആയപ്പം പല പണികളും മര്യാദക്ക് നടന്നതുപോലും ഇല്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, എന്നാൽ പിന്നെ നിനക്ക് മര്യാദക്ക് പണിയെടുത്താൽ പോരെ, നീ എന്തിനാ വീഡിയോ എടുക്കാൻ നിൽക്കുന്നേ? അതൊരു ശരിയാണ്. പക്ഷേ എങ്കിലും എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്നുള്ളത് ഞാനൊന്ന് നോക്കണ്ടേ. അങ്ങനെ ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞു. കാരണം നമ്മൾ വേണ്ട നോക്കുന്ന പല കാര്യത്തിൻ്റെ പിറകിലും മടിയാണ്. ഈ മടിയെന്ന് പറയുന്ന വില്ലൻ ഇല്ലായിരുന്നെങ്കിൽ പല കാര്യങ്ങളും പണ്ടേ നടന്നേനെ. ഞാനും എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മിസ് ചെയ്തിട്ടുണ്ട്. കാരണം അതുകൊണ്ട് യാതൊരുവിധ ഗുണങ്ങളും ഇല്ല, ദോഷങ്ങളും മാത്രമേ ഉള്ളൂ എന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സമയം നമുക്ക് തിരിച്ച് കിട്ടൂല. സോ എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എന്നെപ്പോലെ ആരെങ്കിലും മടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റീതിങ്ക് ചെയ്യുക. എന്നിട്ട് മടിയൊക്കെ മാറ്റി വെച്ച് ചെയ്യാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ അപ്പം തന്നെ ചെയ്യാം. ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. പറയാൻ പറ്റൂലേ, എങ്ങാനും പച്ച പിടിച്ചാലോ.